ഏതൊരു കാര്യവും ചെയ്യുമ്പോൾ നമ്മിലേക്കെത്തുന്ന നല്ല വാക്കുകളും മറ്റുള്ളവർ നമ്മളെ പുകഴ്ത്തി പറയുന്നതിലേക്കുമൊക്കെ ശ്രദ്ധ തിരിയാൻ തുടങ്ങിയാൽ മനസ്സ് നമ്മൾ അറിയാതെ തന്നെ അതിലേക്ക് ആകർഷിക്കപ്പെടാനും നമ്മുടെ ശ്രദ്ധ ചെയ്യുന്ന കാര്യത്തിൽ നിന്നും ആ പുകഴ്ത്തലുകളിലേക്ക് തിരിയാനും തുടങ്ങും. അത് ചെയ്യുന്ന കാര്യത്തിൽ അന്ന് വരെയുണ്ടായിരുന്ന ശ്രദ്ധയ്ക്ക് വിഘ്നം വരുത്താനോ കുറവ് സംഭവിക്കാനോ കാരണമായേക്കാം. അങ്ങനെ സംഭവിച്ചാൽ അതുവരെ പ്രശസ്തി തന്ന കാര്യം നമ്മൾ ശരിയായി ചെയ്യാതായി തുടങ്ങും. നമ്മുടെ ശ്രദ്ധ പ്രശസ്തി നേടുന്നതിലും മറ്റുള്ളവർ നല്ലത് പറയുന്നതിലേക്കും തിരിയുമ്പോൾ അത് വർദ്ധിപ്പിക്കാൻ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ പെരുമാറാൻ തുടങ്ങും. അത് സാവധാനം നമ്മളെ സമ്മർദ്ദത്തിലാക്കാനും മനസ്സിൽ അസംതൃപ്തി ഉണ്ടാക്കാനും തുടങ്ങും. അങ്ങനെ കാർമേഘം നിറഞ്ഞ മനസ്സുകൊണ്ട് എന്തെങ്കിലും കാര്യം നമുക്ക് ശരിയായ രീതിയിൽ ശ്രദ്ധിച്ച് ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും ഇല്ല. അതിനാൽ നമ്മുടെ ജീവിതം നല്ലതാക്കി മാറ്റാനും നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും ലോകത്തിൽ നമുക്കുള്ള പ്രശസ്തിയെയും മറ്റുള്ളവരുടെ മധുരം പുരട്ടിയ വാക്കുകളെയും മുഖവിലക്കെടുക്കുന്നത് നിർത്തി സ്വന്തം ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് വേണ്ടത്. മറ്റുള്ളവരുടെ പ്രശംസകൾ നമ്മൾ അവർ ആഗ്രഹിക്കുന്നത് പോലെ നിൽക്കുന്നത് വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് മനസ്സിലാക്കാൻ നമുക്ക് എത്ര വേഗം സാധിക്കുന്നുവോ അത്രയും വേഗം നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. പ്രശസ്തി ഉണ്ടാവുമ്പോൾ അതിനു മുകളിൽ നമ്മുടെ പരിശ്രമത്തിന് ശ്രദ്ധ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ശ്രദ്ധ മാറാതെ അവസാന നിമിഷം വരെ ഓടി ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയാൽ മാത്രമേ നമുക്ക് വിജയിയാവാൻ സാധിക്കുകയുള്ളൂ. അതിനു മുൻപേ എവിടെ തളർന്നു വീണാലും അത് അവസാന നിമിഷത്തിലായാലും പരാജയം തന്നെയാണ്. അതിനാൽ ലക്ഷ്യത്തിലെത്തുക എന്നത് മാത്രമായിരിക്കണം നമ്മുടെ ചിന്ത. പ്രശസ്തി വരുന്നതിൽ വീണു പോവാതിരിക്കാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ചിലപ്പോൾ നമ്മുടെ പരിശ്രമത്തിൻ്റെ അളവ് കുറഞ്ഞു പോവാൻ കാരണമായേക്കും.